ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ഞാനും എൻ്റെ അമ്മയും വെറുതെ കുത്തിയിരിക്കുമായിരുന്നു. ആ സമയത്ത് അമ്മ പറഞ്ഞു നമുക്ക് തോപ്പുംപടിയിലുള്ള പള്ളിയിൽ പോകാമെന്ന്. അപ്പോൾ അവിടെ പോകാനായിട്ട് നമുക്ക് റെഡി ആവാം. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇടാൻ പോകുന്നത് ഈ ഒരു ഫേസ് സിറമാണ്. ഇതിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ സ്കിന്നെ കുറച്ചും കൂടി തിളങ്ങാനായിട്ട് തുടങ്ങും. പുറത്ത് നല്ല വെയിലാണ്, അപ്പോൾ സൺസ്ക്രീൻ തേക്കാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാം. എപ്പോഴും ഇങ്ങനെ വേണം സൺസ്ക്രീൻ ഇടാനായിട്ട്. നെക്കിലിടാൻ മറക്കരുത്, നെക്കിലും ഇടണം. സൺസ്ക്രീനും കൂടി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്കിൻ കെയർ ഇവിടെ വെച്ച് തീർന്നു. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. മേക്കപ്പ് ഞാൻ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. ഏറ്റവും കൂടുതൽ മേക്കപ്പ് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ ഐബ്രോ പെൻസിലും ലിപ്സ്റ്റിക്കും ആയിരിക്കും. അതല്ലാണ്ട് ഞാൻ വേറെ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ണൊക്കെ എഴുതാം. അന്ന് കണ്ണിനിടയ്ക്ക് വല്ലതും എഴുതത്തുള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ കണ്ണ് എഴുതിയത് ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ണ് എഴുതാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഞാൻ കണ്ണ് എഴുതുമ്പോൾ എപ്പോഴും ശരിയാവാറൊന്നുമില്ല. സീസണലായിട്ട് മാത്രം കണ്ണെഴുതുന്ന ഒരാളാണ് ഞാൻ. വേറെ നമുക്ക് ഇന്ന് കണ്ണെഴുതാം. ഒരു സാധനം ഇടാൻ മറന്നു, ദാറ്റ്സ് ലിപ് ബാം. ഞാൻ ജസ്റ്റ് ഹെർബ്സിന്റെ ലിപ് ബാം ആണ് ഇടുന്നത്. നമുക്കിനി പൗഡർ ഇട്ട് കൊടുക്കാം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം സ്കിൻ കെയർ ചെയ്യാനാണ്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഫ്രീ ടൈമിൽ കൂടുതൽ എനിക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഫേസ് പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. മേക്കപ്പിനെക്കാട്ടും ഒരു പടിയല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കിൻ കെയർ തന്നെയാണ്. അടുത്തതായി ഞാൻ ഇടാൻ പോകുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. പക്ഷേ ചില ലിപ്സ്റ്റിക്സ് ഒന്നും എനിക്ക് ഒട്ടും ചേരാത്ത പോലെ തോന്നാറുണ്ട്. അത് ന്യൂഡ് ഷെയ്ഡ്സ് അല്ല, ചില ഡാർക്ക് ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര എന്തോ ഒരു വൃത്തികേടായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത വരാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചേരാത്ത തോന്നുന്നത് ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. എനിക്കങ്ങനെ എല്ലാ ബ്രൗൺ ഷെയ്ഡ്സും ഒന്നും എനിക്ക് ചേരാറില്ല. ബ്രൗൺ ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ്, മജന്ത പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് പെട്ടെന്നൊന്നും മാച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ബ്രൗൺസ് ഒട്ടും എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് ബ്രൗൺ ഷെയ്ഡ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്ക് തരുന്ന രീതിയിലുള്ളത് വേറെ. നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇടാം. ഇത് നൈക്കയുടെ മൈഥിലി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഈ ഷെയ്ഡ് ഉണങ്ങിയാൽ മാത്രം ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുമാതിരി ഐബ്രോസ് ഫിൽ ചെയ്യാണ്ടിരുന്നിട്ട് എന്തോ പോലെ ഇരിക്കുന്നു. നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. എനിക്ക് നാച്ചുറലി നല്ല കട്ടിയുള്ള പിരികാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പനിയില്ല. ഈ സൈഡ് ഓക്കെ, ദിസ് സൈഡ് ആണ് ഏറ്റവും പ്രശ്നം ഫിൽ ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ഇങ്ങനൊരു പാടുണ്ട്. അതെന്താന്നൊക്കെ ഞാൻ പിന്നെ വേറെ വല്ല വീഡിയോയിലും പറഞ്ഞു തരാം. അതിൻ്റെ പിന്നിൽ വലിയ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇത് ഫിൽ ചെയ്യട്ടെ. ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ഇടാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മേബ്ലിൻ്റെ ഐലൈനർ ആണ്. ഇത് മാത്രമേ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് വേറെ ഐലൈനേഴ്സ് ഒന്നും വലിയ താല്പര്യം അല്ല. ഇത് എനിക്ക് ഏതായാലും ക്യാമറ നോക്കി എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം എനിക്ക് വലിയ നോളജ് ഇല്ല ഇതിടാനായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വേറെ കണ്ണാടി പോയി നോക്കിയിട്ടിട്ട് വരാം. അപ്പം ഞാൻ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കാട്ടും വൃത്തിക്ക് വല്ല കൊച്ചു പിള്ളേരിടും. എനിക്ക് ഈ ഐലൈനർ എഴുതാൻ അറിയാൻ പാടില്ലാത്തതിൻ്റെയാണ് ഈ കാണുന്നത് നിങ്ങളെൻ്റെ കണ്ണിൽ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഡ്രസ്സ് മാറണം. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു പാൻ്റാണ് ഇടാൻ പോകുന്നത്. ഈ ഒരു കളറിലെ പാൻ്റാണ് ഇടാൻ പോകുന്നത്. ഈ പാൻറ് ഞാൻ ഭയങ്കര റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പാൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ പാൻ്റ് അങ്ങനെ ഉപയോഗിക്കാറേയില്ല. പക്ഷേ നമുക്ക് എന്തായാലും ഇന്നിതിടാം. ഈ പാൻറ്റിൻ്റെ കൂടെ എന്ത് പെയർ ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഐഡിയ ഇല്ല. എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത് ഈ ഒരു ടോപ്പാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്രേ ടോപ്പാണ്. ചിലപ്പോൾ ഇത് ഞാൻ മാറ്റൂട്ടോ, എനിക്ക് അറിയത്തില്ല ഇത് ഇട്ടാൽ ശരിയാവുമോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് മാച്ച് ആവുമോ, ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് ആദ്യം ഇട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ആഷ് ടോപ്പ് അല്ല ഞാൻ ഇട്ടേക്കുന്നത്. അത് മാറ്റി, അതെന്തോ എനിക്ക് ചേരാത്ത പോലെ തോന്നി.
അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ടോപ്പാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു ടീഷർട്ട് ആയിട്ടേക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ആൻഡ് മറ്റേ ഇത് ആ സെയിം ഇത് തന്നെ, പാൻറ് സെയിം ആ നേരത്തെ കാണിച്ച പാൻറ് തന്നെ. ഇനി നമുക്ക് മുടി കെട്ടാം. മുടികൾ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. ഈ മുടി ഞാൻ എങ്ങനെ കെട്ടുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എപ്പോഴും പോണിറ്റെയിൽ അല്ലാണ്ട് വേറെ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്യാറില്ല. ഒന്നെങ്കിൽ പോണിറ്റെയിൽ കെട്ടും, അല്ലെങ്കിൽ എല്ലാം കൂടെ വാരി കെട്ടി ഒരു ക്ലിപ്പ് കുത്തും. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം. മുടി അഴിച്ചപ്പോൾ ഇങ്ങനെയാണ് എന്നെ കാണാനായിട്ട്. അപ്പോൾ മുടി ഇങ്ങനെ അഴിച്ച് തന്നെ ഇടണോ അതോ കെട്ടി വെക്കണോ എനിക്കൊരു ഡൗട്ട്. കെട്ടി വെക്കാമല്ലേ, എന്തിനാ വെറുതെ ആൾക്കാരെ പേടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് മുടി കെട്ടാം. വെറൈറ്റി പിടിക്കാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മുടിക്ക് ഇത് തന്നെ നല്ലത്. എൻ്റെ എന്ത് ചെയ്താലും ഒരു അടങ്ങിയിരിക്കാത്ത മുടിയാണ്. അപ്പോൾ പോണിറ്റെയിലാണ് എപ്പോഴും സേഫ്. അപ്പം ഞാൻ എന്തായാലും മുടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു ക്ലിപ്പ് എപ്പോഴും എൻ്റെ കയ്യിൽ കരുതും. എപ്പോഴാണ് ഈ മുടി ഇങ്ങനെ ഇരിക്കുന്ന മുടി ഇങ്ങനെ ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സേഫ്റ്റിക്ക് ഒരു ക്ലിപ്പ് അത് നിർബന്ധമാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടൊരു മെനയില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ റെഡി ആയിരിക്കുന്നത്. എനിക്ക് മുടിയുടെ അടുത്ത് മാത്രം പേടിയുള്ളത്, അടങ്ങി ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷാമ്പു ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയുണ്ട്, ഇത് മുടി അടങ്ങിയിരിക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതുവരെ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഹെയർ സിറം ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിക്കാക്കിയിട്ട് പോകാം. അപ്പോൾ ഗൈസ് റെഡി ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പേ ഹെയറൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഹെൽമെറ്റ് വെക്കുന്നത്. അല്ലെങ്കിൽ കാറ്റത്ത് മുടി പാറിപ്പറന്ന അലമ്പാവാനാണ് എപ്പോഴും സാധ്യതയുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ആസ്വദിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സമാധാനമായിട്ട് പോകുന്നുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും റോഡിലുണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായി പോയിട്ട് വന്നു. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 4:30 കഴിഞ്ഞൊരു സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ചെറിയ രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒരു വെയിലുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോയിട്ട് വരാം എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ഫോക്കസ് മാറുന്നത് ഈ അമ്മയുടെ മുടി കാരണമാണ്. അത് ഇടയ്ക്ക് വെച്ച് ഞാൻ കുഴഞ്ഞു. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിലുള്ള പള്ളിയിലാണ്. ഞങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മുടി താഴത്തേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കെട്ടി വയ്ക്കാൻ നിന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഫോർട്ട് കൊച്ചിയിലുള്ള പള്ളിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫോർട്ട് കൊച്ചി തോമ്പുടി അവിടെ ആയിട്ടുള്ള വരുന്നൊരു പള്ളിയിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അതിനു മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രാവശ്യം വന്നപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ പള്ളി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ ഇപ്പോൾ ഈ പള്ളിയിൽ പോയാലും ഇതിനു മുമ്പ് ഞാൻ വന്ന് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ ഉള്ളിലേ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതും അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ, അതെനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്കൊന്നും. അപ്പോൾ അതിൽ മാത്രമുള്ള എന്താ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.